സുഹൃത്തുക്കളെ, അങ്ങനെ മറ്റൊരു സ്വാതന്ത്ര്യ ദിനം കൂടി കടന്നുപോയി. ഇന്ത്യ സ്വതന്ത്രയായി 77 വർഷങ്ങൾ പിന്നിട്ടിരിക്കുന്നു. എൻ്റെ സ്വാതന്ത്ര്യ ദിന ഓർമ്മകൾ ചെന്ന് നിൽക്കുന്നത് വളരെ മധുരതരമായ 1954, 55, 56 കാലഘട്ടങ്ങളിൽ ഞാൻ പഠിച്ചിരുന്ന പട്ടേപ്പാടം എയ്ഡഡ് ലോവർ പ്രൈമറി സ്കൂളിലാണ്. അന്ന് മധുരതരമെന്ന് പറയാൻ കാര്യം, അന്ന് സ്വാതന്ത്ര്യം കിട്ടി കുറച്ച് വർഷങ്ങളല്ലേ ആയിട്ടുള്ളൂ. സ്വാതന്ത്ര്യദിനത്തിൻ്റെ അന്ന് രാവിലെ സ്കൂളിൽ ചെന്ന് പതാക ഉയർത്തൽ കഴിഞ്ഞാൽ കുട്ടികളെ എല്ലാവരും ചെറിയ ദേശീയ പതാകയുമായി സ്കൂളിന് ചുറ്റും ഒരു പ്രദക്ഷിണം വയ്ക്കും. ഒരു റാലി, അധ്യാപകരൊക്കെ കൂടെ ഉണ്ടാവും. എൻ്റെ അമ്മ അവിടെ അധ്യാപികയായിരുന്നു. അവരുടെ സേവനകാലം മുഴുവൻ ഈ സ്കൂളിൽ തന്നെയായിരുന്നു. അത് കഴിഞ്ഞ് കിട്ടുന്ന നാരങ്ങ മുട്ടായി, ഓറഞ്ച് അല്ലികൾ പോലെയുള്ള ചെറിയ മുട്ടായികൾ, അതിൻ്റെ മധുരരസം ഇപ്പോഴും നാവിൽ തുളുമ്പുന്നുണ്ട്. അത്തരം പ്രകൃതിയിലുമുള്ള മുട്ടായികൾ ഇപ്പോൾ ലഭ്യമാണെങ്കിലും അന്നത്തെ ആ മുട്ടായിയുടെ പുളിയും മധുരവും ചേർന്നുള്ള രസം പിന്നീട് കിട്ടിയിട്ടുമില്ല. അന്നത്തെ ഓർമ്മകൾക്ക് ഇന്നും നല്ല തിളക്കവുമുണ്ട്. ഇത്തവണ മുളകുന്നത്തുകാവിൽ ഞാൻ താമസിക്കുന്ന ഹൗസിംഗ് അസോസിയേഷൻ്റെ ആഭിമുഖ്യത്തിൽ, ഹരിതനഗർ അസോസിയേഷൻ്റെ ആഭിമുഖ്യത്തിൽ സ്വാതന്ത്ര്യദിന ആഘോഷ ചടങ്ങുകൾ സംഘടിപ്പിക്കപ്പെട്ടിരുന്നു. ദേശീയ പതാക ഉയർത്തലും വനിതകളുടെ, പ്രത്യേകിച്ച് മുതിർന്ന വനിതകളുടെ ദേശഭക്തി ഗാനങ്ങളും മറ്റു പരിപാടികളുമായി അതിൽ ഞാൻ പങ്കെടുക്കുകയുണ്ടായി. അതോടൊപ്പം ഞാൻ പഠിച്ചിരുന്ന സ്കൂളിൻ്റെ അടുത്ത് തന്നെ എൻ്റെ മൂത്ത സഹോദരൻ ശ്രീ ആർ കെ ഗോപി, ശ്രീ ഇന്ന് ഖാദർ പട്ടേപ്പാടം എന്നറിയപ്പെടുന്ന വി എ അബ്ദുൽ ഖാദർ, അബു തുടങ്ങിയവരൊക്കെ ചേർന്ന് ആരംഭിച്ച താഷ്കണ്ട് ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിലുള്ള സ്വാതന്ത്ര്യദിന ആഘോഷത്തിൽ ഒരു സ്വാതന്ത്ര്യദിന സന്ദേശം നൽകാൻ എന്നെ അവർ സ്നേഹപൂർവ്വം ക്ഷണിക്കുകയുണ്ടായി. അപ്പോൾ ഞാൻ അവരോട്, ഒന്നാമത്തെ കാര്യം, എനിക്കന്ന് അവിടെ എത്തിപ്പെടാൻ പറ്റാത്തതിലുള്ള അസൗകര്യം, കൂടാതെ ഇത്തരം ചടങ്ങുകളിൽ ഞങ്ങളെപ്പോലെയുള്ള വയോവൃദ്ധന്മാരെ അല്ല നിങ്ങൾ ക്ഷണിക്കേണ്ടതും ഈ സന്ദേശം പ്രചരിപ്പിക്കാൻ ശ്രമിക്കേണ്ടതും പുതുതലമുറയിൽ സ്കൂൾ വിദ്യാർത്ഥികളായ ആരെങ്കിലുമൊക്കെ വിളിച്ച് അവരെ കൊണ്ട് സ്വാതന്ത്ര്യദിന സന്ദേശം നൽകിക്കുക, നമ്മളൊക്കെ അതിന് സാക്ഷികളാവുക, അതായിരിക്കും കൂടുതൽ അനുയോജ്യം എന്ന് ഞാൻ ഒരു അഭിപ്രായം പ്രകടിപ്പിക്കുകയും അതിൻ്റെ ഇന്നത്തെ പ്രസിഡന്റ് ശ്രീ സാബു, കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ ഇൻ്റലിജൻസ് ഓഫീസറായി വിരമിച്ച ശ്രീ സാബു, രമിത സുരേന്ദ്രൻ തുടങ്ങിയ ഭാരവാഹികളും രക്ഷാധികാരികളായ ഖാദർ പട്ടേപ്പാടം, കെ ചന്ദ്രശേഖരൻ മാസ്റ്റർ എന്നിവർ അതിനോട് യോജിക്കുകയും എൻ്റെ തന്നെ അയൽവാസിയായ ഒരു പെൺകുട്ടി ആൻഡ്രീന ആൻ്റണി വളരെ ഭംഗിയായി സ്വാതന്ത്ര്യദിന സന്ദേശം നൽകുകയും ചെയ്തു. അതിലെനിക്ക് വളരെ സന്തോഷമുണ്ട്. അതിൻ്റെ ഈ രണ്ട് ചടങ്ങുകളുടെയും ചില ചിത്രങ്ങൾ ഇതോടൊപ്പം ചേർക്കുന്നു.
ഇനിയും പറയാനുണ്ട്. ഉച്ച കഴിഞ്ഞുള്ള ടെക്കോസ തൃശ്ശൂർ എഞ്ചിനീയറിംഗ് കോളേജ് ഓൾഡ് സ്റ്റുഡൻസ് അസോസിയേഷൻ്റെ വാർഷിക പൊതുയോഗവും സംഗമവും എലൈറ്റ് ഇൻ്റർനാഷണൽ ഹോട്ടലിൽ വെച്ച് നടന്നതിനെക്കുറിച്ച് തൽക്കാലം നിർത്തട്ടെ. നന്ദി.